ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, കഥ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം. നിങ്ങൾ ഈ രാത്രിയിലെ കഥയുടെ മായാലോകത്തിലൂടെയുള്ള യാത്ര ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്റ്റോറി ബുക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ലൈറ്റുകൾ ഡിം ചെയ്യുക. നല്ലൊരു പശ്ചാത്തല ശബ്ദത്തിനായി ഹെഡ്ഫോൺസ് ചെവിയിൽ വയ്ക്കുക. ഇന്നു രാത്രിയിലെ ഈ യാത്രയിലേക്ക് നമുക്കൊരുമിച്ച് മുന്നോട്ടു പോകാം. ആരാധിക രണ്ടാം ഭാഗം. കാലത്തിനപ്പുറം ഒരു പുനർജന്മ പ്രണയകഥ. ഭാഗം 2. 26 വർഷങ്ങൾക്ക് ശേഷം മഴത്തുള്ളികൾ ചിതറിക്കിടക്കുന്ന ഡിസൈനുള്ള ഗ്ലാസ് പീസിന് മുകളിൽ മരത്തിന്റെ ഉണങ്ങിയ വേരുകൾ കൊണ്ട് മേക്കാനായി എന്നെഴുതിയ നെയിം ബോർഡ് പിടിപ്പിച്ച യെല്ലോ കളർ പെയിന്റ് അടിച്ച കൂറ്റൻ മതിൽ. മനോഹരമായ ചിത്രപ്പണികൾ ചെയ്ത് മതിലിനോളം ഉയരമുള്ള ഗേറ്റിന് മുന്നിൽ ഒരു ബ്ലാക്ക് കളർ മഹീന്ദ്ര ജീപ്പ് വന്നു നിന്നു. ഹോൺ അടിച്ചു. കൈലിമുണ്ടും ഷർട്ടും ധരിച്ച് ഏകദേശം 50 വയസ്സിനടുത്ത് പ്രായം തോന്നിക്കുന്ന ഒരാൾ വന്ന് എത്തി നോക്കി പുഞ്ചിരിയോടെ ഗേറ്റ് തുറന്നു. ജീപ്പിൽ നിന്നും പുഞ്ചിരിക്കുന്ന ഒരു മുഖം പുറത്തേക്ക് വന്നു. രഘുവേട്ട, സുഖായിരിക്കുന്നോ? ആ കുഞ്ഞെ, സുഖായിട്ടിരിക്കുന്നു. ഓമനയെടുത്തിയും സീതുവും എന്നാ പറയണു? സുഖായിരിക്കണു കുഞ്ഞെ. ആ മുഖം വണ്ടിക്കുള്ളിലേക്ക് വലിഞ്ഞു. ജീപ്പ് ഗേറ്റ് കടന്ന് അകത്തേക്ക് പോയി. 3 നിലകളിലായി 4 കെട്ട് രീതിയിൽ പണിത വലിയ ബംഗ്ലാവ്. അതിന്റെ വരാന്തയിൽ ആന്റിക് മോഡലിൽ ഈട്ടികൊണ്ട് പണിത ചാരുകസേരയിൽ ഒരു കാലിൽ മറ്റൊരു കാൽ കയറ്റിവെച്ച് കണ്ണുകൾ അടച്ചു കിടക്കുന്ന അതികായനായ ഒരു മനുഷ്യൻ, വിൻസെന്റ് മേക്കനായി. റോഡിൽ നിന്നും അല്പം മുകളിലായി പണിതിരിക്കുന്ന ബംഗ്ലാവിലേക്ക് വളഞ്ഞു കയറി വരുന്ന റോഡിൽ നിന്നും ജീപ്പിന്റെ ശബ്ദം കേട്ട് അയാളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. രാവിലെ മുതൽ അയാൾ കാത്തിരിക്കുകയാണ് ആ ജീപ്പിന്റെ ശബ്ദത്തിനായി. അയാൾ പതിയെ കണ്ണ് തുറന്ന് തല തിരിച്ചു നോക്കി. ജീപ്പിൽ നിന്നും ആദ്യം പുറത്തേക്ക് വന്നത് ആ പുഞ്ചിരിക്കുന്ന മുഖമാണ്. പിന്നെ ഒരു വിടർന്ന ചിരിയോടെ അവൻ പുറത്തേക്കിറങ്ങി. ഉയരത്തിൽ ഗോതമ്പിന്റെ നിറമുള്ള ഒരു യുവാവ്, ശാന്തത മുറ്റി നിൽക്കുന്ന വിടർന്ന നീല നയനങ്ങൾ, കട്ടിമീശയും വെട്ടിയൊതുക്കിയ താടിയും, കഴുത്തിൽ കൊന്ത, മസ്റ്റർഡ് യെല്ലോ ഫുൾ സ്ലീവ് ഷർട്ട്, സ്ലീവ് മുട്ടോളം കയറ്റി വെച്ചിരിക്കുന്ന കൈത്തണ്ടയിൽ കരുത്തുറ്റ രോമങ്ങൾ നിറഞ്ഞിരിക്കുന്നു, ഡാർക്ക് ബ്ലൂ ജീൻസ്, കാലിൽ ഗ്രീൻ കളർ സ്ലിപ്പർ. ഫിലിപ്പ് വിൻസെന്റ് മേക്കനായി, പീലിക്കുഞ്ഞ് എന്ന ഓമന പേരിൽ വിളിക്കപ്പെടുന്ന മേക്കനായി തറവാട്ടിലെ മൂത്ത സന്തതി. അവനൊരു കള്ളച്ചിരിയോടെ ചെരുപ്പ് അഴിച്ചു വെച്ച് വരാന്തയിലേക്ക് കയറി. താൻ വന്നതറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിൽ ഒരു കള്ള പുഞ്ചിരിയോടെ കിടക്കുന്ന അപ്പന്റെ കവിളിൽ ഒരു മുത്തം നൽകി, ഒരു പഞ്ചാര മുത്തം. വിൻസെന്റ് കണ്ണുകൾ തുറക്കാതെ കൈ ഉയർത്തി അവന്റെ കഴുത്തിലൂടെ ഇട്ട് ബലമായി അവന്റെ മുഖം നെഞ്ചിലേക്ക് ചേർത്ത് മുതുകിൽ പതിയെ ഇടിച്ചുകൊണ്ട് മന്ത്രിച്ചു, കള്ള കഴിവേറി. അയ്യോ അപ്പാ വീട്. ആ അപ്പാ, എനിക്ക് വേദനിക്കുന്നുണ്ട് കേട്ടോ. ഇല്ലടാ തെമ്മാടി, നിന്നെ ഞാൻ വിടില്ലടാ. പറ്റുമെങ്കിൽ പിടി വിടിച്ചോടടാ. ഇല്ലായേ, ഞാൻ തോറ്റേ. വിൻസെന്റ് എഴുന്നേറ്റ് അവന്റെ 2 കൈയുടെ മുകളിലും തന്റെ കൈ നീട്ടി ഇടിച്ചുകൊണ്ട് വീണ്ടും അവനെ വട്ടം കെട്ടിപ്പിടിച്ച് കവിളിൽ ഒരു മുത്തം കൊടുത്ത് മറ്റേ കവിളിൽ കടിച്ചു. ആ! ഫിലിപ്പ് കവിളിൽ തലോടിക്കൊണ്ട് മുഖം ചുളിച്ച് അപ്പനെ നോക്കി. നീ തടിച്ചല്ലോടാ ചക്ക, എന്നും താറാവും കള്ളപ്പും ആണോടാ? ഫിലിപ്പ് ഒരു കള്ളച്ചിരി ചിരിച്ചു. പിന്നെ എങ്ങനെ, വീശാറുണ്ടോടാ എന്നും? ഹേ, വല്ലപ്പോഴും 2 എണ്ണം. ഒന്ന് പോയേപ്പാ, അവൻ സ്നേഹത്തോടെ കെറിവിച്ചു. ഹാഹാ, അപ്പന്റെ മോന്റെ സ്നേഹാന്വേഷണം ഇതുവരെ കഴിഞ്ഞില്ലേ? റോസമ്മയാണ് വിൻസെന്റിന്റെ കെട്ടിയോൾ. മേക്കാനായി വീടിന്റെ വിളക്കാണ് അവർ. എന്റെ പൊന്നു റോസമ്മച്ചി, അപ്പനെ നോക്കി അമ്മച്ചിയെ തൊഴുതുകൊണ്ട് പറഞ്ഞു. സമ്മതിച്ചിരിക്കുന്നു, ഇങ്ങനൊരു മുതലിനെ ഇത്രയും നാളും എങ്ങനെ സഹിച്ചു? പോടാ. അമ്മച്ചി സ്നേഹത്തോടെ അവന്റെ തോളിൽ തട്ടി. അമ്മച്ചി അവന്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞു, വാടാ, നിന്നെ കാത്തിരിക്കുക എല്ലാരും ഇവിടെ. പെട്ടെന്ന് പിറകിൽ നിന്നും 2 കരുത്തുറ്റ കൈകൾ അവനെ പിറകിലൂടെ കൈയിട്ട് വട്ടം പിടിച്ച് മുകളിലേക്ക് ഉയർത്തി. ഓ, താഴെ നിർത്തട ചക്ക. ഫിലിപ്പ് തന്നെ വട്ടം പിടിച്ചിരിക്കുന്ന കൈകൾ വിടിയിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഫിന്നി വിൻസെന്റ് മേക്കാനായി, ഫിലിപ്പിന്റെ ഇരട്ട സഹോദരൻ. അങ്ങനെയല്ല എന്നറിയാവുന്നത് വിൻസെന്റിനും റോസമ്മയ്ക്കും മാത്രം. ഫിലിപ്പിനെ വിൻസെന്റിന്റെ കയ്യിൽ കിട്ടുമ്പോൾ ഫിന്നിക്ക് 1 ആഴ്ച പ്രായം. 2 ആളും സാമ്യമില്ലാത്ത ഇരട്ടകളായി വളർന്നു. മേക്കാനായി ബിസിനസ് സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി, അവന്റെ ചാണക്യനായ മന്ത്രി ഫിലിപ്പും.
പിലിപ്പോച്ച എന്ന് വിളിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി ഓടി വന്നു. അവനെ കെട്ടിപ്പിടിച്ച് ഇറുക്കി പുണർന്നു. ഓ, ഒന്ന് പതിയെ ഞെക്കടി പെണ്ണേ. അവൻ തിരികെ അവളെ പുണർന്നുകൊണ്ട് പറഞ്ഞു. അവൾ അവന്റെ ചീകി ഒതുക്കിയ മുടി കൈകൊണ്ട് തട്ടിക്കളഞ്ഞ് തല പിടിച്ച് താഴേക്കാക്കി കവിളിൽ മുത്തി. ജെസിക്ക വിൻസെന്റ് മേക്കാനായി. വിൻസെന്റിന്റെ മകൾ MBBS കഴിഞ്ഞ് ഉന്നത പഠനത്തിന് UK യിലേക്ക് പോവാൻ തയ്യാറായി നിൽക്കുന്നു. എവിടെ? തറവാട്ടിലെ കാരണവർ എവിടെ? ഞാനിവിടെ ഉണ്ട്. മുകളിലത്തെ നിലയിലെ സ്റ്റെയർ കേസിൽ നിന്നും ഒരു അശരീരി. എന്നതാടാ അവിടെ തന്നെ നിൽക്കുന്ന? ജേക്കബ് വിൻസെന്റ് മേക്കാനായി, വിൻസെന്റിന്റെ ഇളയ പുത്രൻ. വീട്ടിൽ ഒരു വക്കീൽ വേണമെന്ന അപ്പന്റെ ഇഷ്ടത്തിന് LLB ചെയ്യുന്നു. അവൻ മുഖം കൂർപ്പിച്ചു. മറ്റുള്ളവരെല്ലാം അവനെ നോക്കി ചിരിച്ചു. എന്നാ പറ്റി? ഇങ്ങു വന്നേ. പോര് പോര്. അപ്പൻ പറഞ്ഞത് കേട്ട് ജെക്കു എന്ന് വിളിക്കുന്ന ജേക്കബ് താഴേക്ക് ഓടിയിറങ്ങി വന്നു. ഫിലിപ്പിന്റെ ദേഹത്തേക്ക് ചാടിക്കയറി. ഫിലിപ്പും ജേക്കബും കൂടി അവിടെയുള്ള വലിയ സെറ്റിയിലേക്ക് മറിഞ്ഞു വീണു. വല്ല വിധേനയും എഴുന്നേറ്റിരുന്ന ഫിലിപ്പ് അവനോട് ചോദിച്ചു, എന്നതിനാടാ അപ്പൻ നിന്നെ മേളിൽ കയറ്റി നിർത്തിയേ? ഓ, ഒന്നുമില്ലെന്നേ, ഈ അപ്പൻ ചുമ്മാ. മക്കൾ കുസൃതി കാണിക്കുമ്പോൾ അപ്പന്റെ ശിക്ഷാരീതി ആണിത്. അവരെ എല്ലാരിൽ നിന്നും മാറ്റി മുകളിലത്തെ നിലയിലിരുത്തും. അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ അതാണെന്നാണ് അയാളുടെ പക്ഷം. എല്ലാവരിൽ നിന്നും അകന്നു നിൽക്കുക. ആ വീട്ടിലെ സ്നേഹത്തിന്റെ അന്തരീക്ഷം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ ശിക്ഷ അതാണ് താനും. ഏറ്റവും കൂടുതൽ സമയം മുകളിൽ ഇരിക്കുന്ന ആൾ അവനാണ്, ജെക്കു. വീട്ടിലെ ഇളയ സന്തതി ആയതിനാൽ അതിന്റെ എല്ലാ കുറുമ്പും അവനുണ്ട്. അവൻ എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടാവുമെന്ന് ഫിലിപ്പിന് മനസ്സിലായി. അത് മിക്കപ്പോഴും പതിവായതിനാൽ എന്താണെന്ന് ഫിലിപ്പ് ചോദിച്ചുമില്ല. പീലിക്കുഞ്ഞേ, എന്നതാണ് അതിന്റെ ഈ ഗ്ലാമറിന്റെ രഹസ്യം? എനിക്കും കൂടെ ഒന്ന് പറഞ്ഞാടാ. നിന്നോട് അവനെ എടാ പോടാന്ന് വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേടാ? അവനേക്കാൾ 10 വയസ്സിന് മൂത്തതാ. റോസമ്മ ജെക്കുവിന്റെ ചെവി പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഓഹ് വിടമ്മച്ചി. ജെക്കു മോങ്ങി. നിനക്ക് ഇനിയും മോളിൽ കയറണോടാ? ജെസ്സി അവനെ കളിയാക്കി. അപ്പന്റെ ഗ്ലാമർ മൊത്തം ഇവനാണ് കിട്ടിയെ, റോസമ്മ പറഞ്ഞു. വിൻസെന്റ് റോസമ്മയെ നോക്കി പുഞ്ചിരിച്ചു. റോസമ്മ തിരിച്ചു. വാ പീലിക്കുഞ്ഞെ, മുകളിലാണ് എല്ലാം സെറ്റ് ചെയ്തേക്കുന്നെ, വാ. എല്ലാവരും മുകളിലേക്ക് സ്റ്റെപ്പ് കയറി. ഇന്ന് ഫിലിപ്പിന്റെ പിറന്നാളാണ്. ഇന്ന് തന്നെയാണ് ഫിനിയുടെയും. വർഷങ്ങൾക്ക് മുൻപേ ഈ ദിവസമാണ് അവർക്ക് ഫിലിപ്പിനെ കിട്ടിയത്. എല്ലാവരുടെയും പിറന്നാൾ അവിടെ ആഘോഷമാണ്. ഫിലിപ്പിന്റേതാണ് ഏറ്റവും വലിയ ആഘോഷം. എല്ലാവരും മസ്റ്റർഡ് യെല്ലോ ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. ജെസ്സിമോളുടെ ഐഡിയ ആണത്. ഏറ്റവും മുകളിൽ ബാൽക്കണിയിലാണ് സെലിബ്രേഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മസ്റ്റർഡ് യെല്ലോ ആൻഡ് ബ്ലൂ കളർ ബലൂൺസ് തറയിലും ചുമരിലും സ്വിമ്മിംഗ് പൂളിലുമായി ചിതറിക്കിടന്നു. സെയിം കളർ കോമ്പിനേഷനിൽ ഡ്രൈ ഫ്ലവർ അറേഞ്ച്മെന്റ് ആൻഡ് 5 ലെയർ വൈറ്റ് ഫോറസ്റ്റ് കേക്ക്. അവനെ കാത്ത് പതിവ് ഗസ്റ്റുകൾ, അപ്പന്റെ സുഹൃത്തുക്കളും അവരുടെ ഫാമിലിയും. അവൻ അകത്തേക്ക് കടന്നതും കുറെ ബലൂണുകൾ പൊട്ടുകയും അതിൽ നിന്നും കളർ പേപ്പർ പീസുകൾ ചിതറിത്തെറിക്കുകയും ചെയ്തു. ബാക്ക്ഗ്രൗണ്ടിൽ ബർത്ത്ഡേ മ്യൂസിക്. എല്ലാവരുടെയും കരഘോഷങ്ങൾക്ക് നടുവിൽ അവൻ കേക്ക് കട്ട് ചെയ്ത് ആദ്യം അപ്പന്റെ വായിൽ വെച്ചുകൊടുത്തു. വിൻസെന്റ് അവനെ കെട്ടിപ്പിടിച്ച് നെറുകയിൽ മുത്തി. അയാളുടെ കണ്ണുകളിൽ സന്തോഷാശ്രുക്കൾ നിറഞ്ഞു. പിന്നീട് എല്ലാവരും കേക്ക് കഴിച്ചു. എല്ലാവരും അവന് ഗിഫ്റ്റ് നൽകി. അവന് അതൊന്നും ആവശ്യമില്ല, എല്ലാം തന്റെ സഹോദരങ്ങൾക്കുള്ളതാണ്. കേക്ക് കട്ട് ചെയ്ത് ഫുഡ് കഴിക്കാനായി എല്ലാവരും താഴെ ഡൈനിങ് ടേബിളിലേക്ക് വന്നു. 12 പേർക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാവുന്ന വലിയ ടേബിൾ. വിഭവങ്ങളെല്ലാം നിറഞ്ഞു. എല്ലാവരും കഴിക്കാനായി ഇരുന്നു. തമാശകളും പൊട്ടിച്ചിരികളും കളികളുമായി എല്ലാവരും. ആ കൂട്ടത്തിൽ ഒരാൾ മാത്രം ഫിലിപ്പിനെ കണ്ണെടുക്കാതെ നോക്കുന്നുണ്ടായിരുന്നു, എൽസ, വിൻസെന്റിന്റെ ഫ്രണ്ട് വറീദിന്റെ മകൾ. എൽസ, മതിയടി, മതിയാക്ക്. എൽസയുടെ നോട്ടം കണ്ട് ജെക്കു അവളോട് പതിയെ പറഞ്ഞു. എന്നതാ ജെക്കു, ഞങ്ങളോടും പറയടാ. അവളോട് മാത്രം എന്നാ രഹസ്യാ പറഞ്ഞത്? എല്ലാരും അവരെ നോക്കി. ഈ പെണ്ണിന് വട്ട. അവന് നിന്നെ വേണ്ട. ഒരിക്കലും അവന് നിന്നെ സ്വീകരിക്കാൻ പറ്റില്ല. എല്ലാം അറിഞ്ഞിട്ടും നീ എന്നാത്തിനാ ഇങ്ങനെ? ബി പ്രാക്ടിക്കൽ എൽസ. ഈ അനശ്വര പ്രണയമൊക്കെ സ്റ്റോറീസിലൊക്കെ കാണും. എല്ലാവരുടെ മുഖത്തും ഒരു നിഴൽ വീണു. ഫിലിപ്പ് എൽസയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എൽസ പെട്ടെന്ന് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. ജെസ്സി പുറകെ ചെന്നു. ഇവളെ ഇനി എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? എൽസയ്ക്ക് ഫിലിപ്പിനോട് പ്രണയമാണ്. വളരെ ചെറുപ്പത്തിലേ എന്നോ തുടങ്ങിയ പ്രണയം. അവൾ വളരുന്നതിനനുസരിച്ച് ആ പ്രണയവും വളർന്നു. അതേക്കുറിച്ച് എല്ലാവരും അറിഞ്ഞപ്പോഴേക്കും വളരെ വൈകി. ഫിലിപ്പിനോട് അതേക്കുറിച്ച് ഒന്ന് പറയാൻ പോലും ആവാത്ത വിധം വൈകിപ്പോയി. അവൻ ഒരിക്കലും അവളെ സ്നേഹിക്കില്ല എന്നറിഞ്ഞിട്ടും അവൾക്ക് അവനെ മറക്കാൻ കഴിയുന്നില്ല, മറ്റൊരാളെ സ്വീകരിക്കാനും. ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം, ഫിലിപ്പ് പറഞ്ഞു. അവനെല്ലാം അറിഞ്ഞിട്ടും ഇന്നേ വരെ അതേക്കുറിച്ച് അവളോട് ഒന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ശരിയാ, ഇനി നീ തന്നെ ഒന്ന് സംസാരിക്ക. എങ്ങനെയെങ്കിലും അവളെ തിരുത്തിയേ പറ്റൂ, അല്ലെങ്കിൽ അവളുടെ ഭാവി എന്താവും? റോസമ്മ പറഞ്ഞു. ഭക്ഷണം കഴിഞ്ഞ് ഫിലിപ്പ് മുറ്റത്തേക്ക് ഇറങ്ങി.
ഇച്ചാൻ വിളിക്കുന്നുണ്ട്, ജെസ്സി എൽസയെ ഫിലിപ്പിനടുത്തേക്ക് പറഞ്ഞു വിട്ടു. എൽസ, ഇത് തന്റെ അറിവില്ലായ്മയാണ്. മുതിർന്നവർ അത് പറഞ്ഞു മനസ്സിലാക്കുമ്പോൾ ചെവിക്കൊള്ളാത്തത് തന്റെ വാശിയും. ഒരിക്കലും നടക്കില്ലെന്നുറപ്പുള്ള ഒരു കാര്യത്തിനാണ് താനിങ്ങനെ വാശി പിടിക്കുന്നത്. അതുകൊണ്ട് തനിക്ക് തന്റെ ജീവിതം തന്നെ നഷ്ടമാവും. ആയിക്കോട്ടെ, അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇച്ഛായനില്ലാതെ... വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. നിന്റെ വാക്കുകൾ ചിലപ്പോൾ ഞാൻ നിന്നെ വെറുത്തു പോകാൻ ഇടയാക്കും. കൈ ഉയർത്തി തടഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു. ഇച്ഛായൻ എന്ന ആ വിളി പോലും അവനിൽ ഒരുതരം അരോചകത്വം നിറച്ചു. നീ നിന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. നിന്റെ അപ്പനും അമ്മച്ചിയും എത്രത്തോളം സങ്കടപ്പെടും, അതേക്കുറിച്ച് നിനക്ക് ചിന്തയില്ല. പിന്നെ വറീതങ്ങൾ വിഷമിക്കുന്നത് അപ്പനെ സങ്കടപ്പെടുത്തും. അത് ഞാൻ സമ്മതിക്കില്ല. അതിന് നീ കാരണമാവരുത്. എന്റെ ഇഷ്ടം മറ്റൊന്നാണ്. അവിടെ നീയില്ല. എന്റെ ലക്ഷ്യങ്ങളും വഴിയും അതും ഡിഫറന്റ് ആണ്. ഒരിക്കലും അത് നിന്നിലേക്ക് നീ ആഗ്രഹിക്കുന്ന രീതിയിൽ എത്തില്ല. അതിനായി കാക്കണ്ട. ഒന്ന് നിർത്തി അവൻ തുടർന്നു. എന്റെ വഴിയിൽ തടസ്സമുണ്ടായാൽ ആദ്യം ഞാൻ കണ്ടില്ലെന്ന് നടിച്ച് ഒഴിവായി പോകും. പിന്നെയും തുടർന്നാൽ ഓടി അകലാൻ നോക്കും. എന്നിട്ടും എന്നെ വിടുന്നില്ലെന്ന് തോന്നിയാൽ തിരിഞ്ഞു നിൽക്കും ഞാൻ. ആ തടസ്സം എന്നതായാലും വേരോടെ പിഴുതെറിയും ഞാൻ. അതിനിടയുണ്ടാക്കാതിരിക്കുക. ആ കണ്ണുകൾ അപ്പോഴും ശാന്തത വിട്ടില്ലെങ്കിലും വാക്കുകൾ ദൃഢമായിരുന്നു. എൽസ ആദ്യമായിട്ടായിരുന്നു അങ്ങനെയൊരു ഭാവം അവനിൽ കണ്ടത്. തോറ്റു പിന്മാറുന്നവന്റെയോ താഴ്മയുടെ വഴി സ്വീകരിക്കുന്നവന്റെയോ രക്തമല്ല അവന്റെ സിരകളിൽ എന്ന് അവൾ അറിയാതെ പോയി. വൈരാഗിയായ അവനും. അവൻ തിരിഞ്ഞ് അകത്തേക്ക് പോയി. അപ്പോൾ അവരാരും അറിയാത്ത അങ്ങ് അമ്പാട്ട് തറവാട്ടിലെ അനാഥമായ കുളക്കടവിലെ കുഞ്ഞോളങ്ങൾ പുഞ്ചിരിയോടെ ആ പടവുകളെ പുണർന്നു. എല്ലാവരും അവരെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവന് പിന്നാലെ എൽസയും കയറി വന്നു. എല്ലാവരും അവളെ നോക്കി. ശരി, ഞാൻ ഇച്ഛായനെ മറക്കാം. ബട്ട് വൺ കണ്ടീഷൻ. ഇച്ഛായന്റെ മനസ്സിൽ എന്ന് മറ്റൊരു പെൺകുട്ടി ഉണ്ടാകുന്നുവോ അന്ന് ഞാൻ മറക്കാം. അതിന് ശ്രമിക്കാം. അവന്റെ തപസ്സിളക്കാനായി സതീദേവി പുനർജനിച്ചിട്ടുണ്ടെന്ന് അറിയാത്ത അവർ അത് ഒരിക്കലും സംഭവിക്കില്ലെന്ന് കരുതി. അവിടെ നിശബ്ദത തിങ്ങി. എല്ലാവരുടെയും മുഖത്ത് നിഴൽ മൂടി. അവന്റെ കണ്ണുകളിൽ അപ്പോഴും ആ ശാന്തത തളം കെട്ടിക്കിടന്നു. നിന്റെ നയനങ്ങളിലെ ശാന്തത പ്രണയത്തിന് വഴിമാറാൻ ഇനിയും അധികം നാളുകൾ കാത്തിരിക്കാൻ വയ്യെന്ന് തൊടിയിലെ കാറ്റും ചൂളം കുത്തി രഹസ്യം പറഞ്ഞു. സാഹചര്യത്തിന് അഴവ് വരുത്താൻ വിൻസെന്റ് ഫിലിപ്പിന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു. ഇന്ന് പോകുന്നോ? പിന്നെ പോവാതെ പറ്റുമോ? എന്നാ അത്താഴം കഴിഞ്ഞു പോവാം. ആട്ടെ.